തീപിടുത്തത്തിന് പിന്നാലെ അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം തുറക്കുന്നത് വൈകും. ഇതുവരെ 85% അറ്റകുറ്റപ്പണികളാണ് പൂർത്തിയായത്. തുറന്നു പ്രവർത്തിക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. ഇംതിയാസ് കരീമുണ്ട് വിശദവിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇനിയും എത്ര നാളെടുക്കുമായിരിക്കും? വൈകുമെന്നാണല്ലോ അറിയുന്നത് ഇംതിയാസ്. മൂർത്തി, വെരി ഗുഡ് മോർണിംഗ്. അതായത് 85% അറ്റകുറ്റപ്പണികൾ ഇതുമായി ബന്ധപ്പെട്ട കമ്പനി അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ട്രയൽ റൺ അടക്കം നടക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ രീതിയിൽ അവിടെ പരിശോധനാ കാര്യങ്ങളൊക്കെ നടന്നത്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം അവിടെ ഇന്നലെ പരിശോധന നടത്തിയ പരിശോധനയിലാണ് ചില സാങ്കേതിക തകരാറുകൾ ഇപ്പോഴുമുണ്ട്, അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്നാൽ അതടക്കം പൂർണ്ണമായും പരിഹരിച്ചാൽ മാത്രമേ അത് തുറന്ന് പ്രവർത്തിക്കാനാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് 6 നിലകളുണ്ട്. 6 നിലകളിലെയും വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണം. അത് പരിശോധിച്ച് അതിലൊരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിന്റെ ആദ്യത്തെ അനുമതി നൽകേണ്ടത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ആണ്. ആ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ആണ് ഇന്നലെ അനുമതി നൽകില്ല എന്ന് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ കളക്ടർ ഇതിൽ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി അടക്കം ഇതിലൊരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തി കളക്ടർക്കും റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിനുശേഷമേ ഇതിൽ തുറന്ന് പ്രവർത്തിക്കേണ്ട നടപടികളിലേക്ക് നിലവിൽ കടക്കാനാവുകയുള്ളൂ. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ, സൂപ്രണ്ടും അടക്കമുള്ളവർ ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാട്, എല്ലാ പണികളും പൂർത്തിയാക്കിയതിനു ശേഷം ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരുമെല്ലാം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്ന നിലപാടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരും എടുത്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മെയ് 2-നുണ്ടായ അപകടമാണ്. 2 തവണ അവിടെ തീപിടുത്തമുണ്ടായി. 2 തവണ തീപിടുത്തമുണ്ടായിട്ടും അറ്റകുറ്റപ്പണികളടക്കം പൂർത്തിയാക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപം. ഇപ്പോൾ പകരം ഒരു കാഷ്വാലിറ്റി സംവിധാനം പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ വേണ്ടത്ര സൗകര്യങ്ങളുമില്ല. അപ്പോഴാണ് ഇതിങ്ങനെ ഈ രീതിയിൽ നീളുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിനെതിരെ വലിയ ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും 85% എന്നതിൽ നിന്ന് മാറി പൂർണ്ണമായും അതിന്റെ പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അത് തുറന്ന് പ്രവർത്തിക്കാനാവൂ. അതിനിയും ഏതായാലും ഉടനെ തുറന്നു പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. 85% ജോലികൾ പൂർത്തിയായി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതിയോടുകൂടി ഇത് ഉടൻ തന്നെ പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിക്കാം. ഇംതിയാസ് കരീമാണ് വിശദവിവരങ്ങൾ നൽകിയത്.